Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed the topic relating to differences between branch accounts and departmental accounts. Today we are going to discuss what do you mean by allocation of expenses, what do you mean by apportionment of expenses, what do you mean by allocation of income, what do you mean by apportionment of income, then some treatment of purely financial expenses and incomes. The preparation of departmental trading and profit and loss account necessitates the allocation and apportionment of expenses and income to various departments. നമുക്കറിയാം കോമൺ ആയിട്ടുണ്ടാകുന്ന എക്സ്പെൻസസ് ആണ്. അതിനെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അപ്പോർഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായിട്ടുണ്ടായിട്ടുള്ള എക്സ്പെൻസസ് അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എക്സ്പെൻസസിനെയും ഇൻകത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. അതുപോലെ അപ്പോർഷൻ ചെയ്യുകയും വേണം. എങ്ങോട്ടേക്ക്? ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓക്കെ. What is allocation of expenses? What do you mean by allocation of expenses? Allocation of expenses is charging the whole amount of an expenses to a particular department on the preparation of departmental trading and profit and loss account. Okay, the expenses directly related to a particular department are to be allocated and charged to that department. ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്, സപ്പോസ് നമുക്കൊരു കോളേജ് തന്നെ എടുക്കാം. കോളേജ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഉള്ളതാണ് അല്ലേ. അപ്പം അവിടെ തന്നെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. സപ്പോസ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പം പർട്ടിക്കുലർ ബുക്സ് ഒക്കെ വാങ്ങുന്നു എങ്കിൽ ആ എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ എക്സ്പെൻസ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമുള്ളതാണ്. അപ്പം ആ കോസ്റ്റ് എങ്ങോട്ടേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ എക്സ്പെൻസ് എങ്ങോട്ടേക്ക് കൊടുക്കുക? ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായിട്ട് കൊടുക്കുക. ഓക്കെ. അപ്പം ആ ഒരു എക്സ്പെൻസ് ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതാണ്. അപ്പം ഓരോ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിനും ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റിനും ഉണ്ടാകുന്ന എക്സ്പെൻസ് അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയുക? അലോക്കേഷൻ ഓഫ് എക്സ്പെൻസസ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ, wages and salaries paid to the employees of a particular department, carriage paid for a particular department, etc. can be charged to the concerned department directly. Okay. അപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടാകുന്ന എക്സ്പെൻസ് അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ ചാർജ് ചെയ്യുന്നതിനെയാണ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻസ് എന്ന് പറയുക. ഓക്കെ അല്ലേ? Then next, what is apportionment of expenses? Apportionment of expenses is sharing and charging only a proportionate amount of an expenses to different departments on some logical or equitable basis. ഓക്കെ. അപ്പോൾ കോമൺ ആയിട്ടുണ്ടാകുന്ന ചില എക്സ്പെൻസസ് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റാതെ വരുന്ന കേസിൽ ആ എക്സ്പെൻസസിനെ എന്തെങ്കിലും കോമൺ ബേസിസിൽ, അല്ലെങ്കിൽ ലോജിക്കൽ ബേസിസിൽ, അല്ലെങ്കിൽ ഒരു ഇക്വിറ്റബിൾ ബേസിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് അപ്പോർഷൻമെൻറ്റ് ഓഫ് എക്സ്പെൻസസ് എന്ന് പറയുക. അപ്പോൾ വാട്ട് യു മീൻ ബൈ അപ്പോർഷൻമെൻറ്റ് ഓഫ് എക്സ്പെൻസസ്? അപ്പോർഷൻമെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ഈസ് ദ ഷെയറിംഗ് ആൻഡ് ചാർജിങ് only a proportionate amount of an expenses to different departments on some logical or equitable basis. Okay. In next class, what we will discuss allocation of expenses in detail. Allocation and its equitable basis or some basis, logical basis, etc. particular department, the whole amount of such income is credited to the particular department concerned. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടാകുന്ന ഇൻകം അത് ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഇൻകം ആണെങ്കിൽ ആ എമൗണ്ട് ആർക്ക് തന്നെ ചാർജ് ചെയ്ത് കൊടുക്കുക? ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ചാർജ് ചെയ്ത് കൊടുക്കുന്നു എങ്കിൽ അതിനെയാണെന്തെന്ന് പറയുക? അലോക്കേഷൻ ഓഫ് ഇൻകം എന്ന് പറയുക. ആ പർട്ടിക്കുലർ അല്ലെങ്കിൽ ആ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഹോൾ എമൗണ്ട് ഓഫ് ഇൻകം നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നു എങ്കിൽ അതിനെയാണെന്തെന്ന് പറയുക? അലോക്കേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ വാട്ട് യു മീൻ ബൈ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഇൻകം? It is the sharing and crediting the proportionate amount of income of a particular department to income of a department to that department's profit and loss account on some logical basis. ഓക്കെ. നമ്മൾ എക്സ്പെൻസസ് എങ്ങനെയാണോ ഷെയർ ചെയ്തത്, സം ഇക്വിറ്റബിൾ ബേസിൽ എക്സ്പെൻസസ് ഷെയർ ചെയ്തതുപോലെ ഇൻകത്തിനെയും സം ഇക്വിറ്റബിൾ ബേസിൽ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക
അല്ലേ? അങ്ങനെ നമ്മൾ ഓരോ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കോമൺ ഇൻകത്തിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഇൻകം എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ, ഡിസ്കൗണ്ട് റിസീവ്ഡ് are shared on the basis of purchases, then sharing of bad debts recovered on the basis of sales, etc. Okay, then next topic, treatment of purely financial expenses and income. Okay, purely financial expenses and purely financial income വന്നാൽ how to treat that item എന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടതായിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്യുവർലി ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ആണ്. എക്സാമ്പിൾ, loss on sale of investment, loss on sale of asset, damages payable on violation of law, then interest on debenture and bank loan, general manager's salary, etc. are the examples of purely financial expenses. Okay, then some incomes like profit on sale of investment or profit on sale of assets, interest received, then dividend received, fines and penalties, etc. are purely financial income. ഓക്കെ, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾക്ക് പ്രോബ്ലത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഐറ്റം നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ ബിസിനസ്സിന് മൊത്തമായിട്ടുണ്ടാകുന്ന ഐറ്റംസാണ്. ആ ഒരു ബിസിനസ്സിന് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതല്ല, ആ ഒരു ബിസിനസ്സിന് മൊത്തത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന് ഡിവൈഡ് ചെയ്യാതെ നമ്മുടെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നു. അപ്പം പ്യുവർലി ഫിനാൻഷ്യൽ എക്സ്പെൻസസ് എല്ലാം തന്നെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും പ്യുവർലി ഫിനാൻഷ്യൽ ഇൻകംസ് എന്താണ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതൊന്നും തന്നെ എവിടെ എടുക്കില്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് നമ്മൾ കോളംനാർ ബേസിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഐറ്റംസ് ഒന്നും തന്നെ ഡിവൈഡ് ചെയ്യാനായിട്ട് എടുക്കില്ല. ഓക്കെ അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം പ്യുവർലി ഫിനാൻഷ്യൽ എക്സ്പെൻസസും പ്യുവർലി ഫിനാൻഷ്യൽ ഇൻകം എന്താ ചെയ്യുക, ദീസ് ഐറ്റംസ് ടേക്കൺ ഓൺലി ഇൻ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദീസ് ഐറ്റംസ് ടേക്കൺ ഓൺലി ഇൻ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡിയർ സ്റ്റുഡൻസ്, watch and carefully listen this lecture and write the assignment questions like what is allocation of expenses, what is apportionment of expenses, next what is allocation of income, what is apportionment of income. Okay, then in next class I will discuss apportionment of expenses in detail and their equitable basis. Okay.